നമസ്കാരം. നമസ്കാരം. അതാണ് എല്ലാവരും മനസ്സിലാതെ ഓരോ അധ്യാപകരെയും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പ്രിൻസിപ്പാളെ ക്ഷണിക്കുകയാണ്. അതിനു മുൻപ് K52 26 36, K52, K55 40 ഈ വാഹനങ്ങൾ ടെമ്പററി രജിസ്ട്രേഷൻ വണ്ടി ഒന്ന് മാറ്റിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾക്ക് പോകാനുള്ള അവസരമുണ്ട്. അധ്യാപകരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഹയർ സെക്കൻഡറിയിലെ മാത്സ് അധ്യാപികയാണ്. ഈ വർഷം +1 കമ്പ്യൂട്ടർ സയൻസിലാണ് ഞാൻ മാത്സ് എടുക്കുന്നത്. 5 മുതൽ 10 വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ എന്താ പറയേണ്ടത് അറിയില്ല. കരിയർ ഗൈഡൻസിന്റെ എന്താണ് നോക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മുമ്പ് നോക്കിക്കോട്ടെ, അവര് പിന്നെ പഠിക്കാനുള്ള ഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ്, ഒരു പാട്ട് അവർ കേട്ടോട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനെയൊക്കെ മാനിക്കണം. എങ്ങനെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പണ്ട് ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ആ വീട്ടിലെ കൊച്ച് ഞാൻ മോൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അവൻ 20 വയസ്സായി, അവൻ പല കേസുകളിലും പ്രതിയാണ്. പോക്സോ കേസുണ്ട്, ലഹരി മരുന്ന് കേസുണ്ട്, അവൻ കല്യാണം കഴിച്ചു 18 വയസ്സിൽ. മനസ്സിലായില്ലേ? അപ്പോ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മള് നിയന്ത്രിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾ വന്നിട്ട് പ്രത്യേകിച്ചും ബോയ്സ് ആയിരിക്കും, കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൂട്ടുകാരോടെ പോയി കളിക്കണം. നമ്മൾ കളിക്കാൻ അനുവാദം കൊടുക്കാം, അല്ലേ? അവർ കളിക്കേണ്ടത് അവരുടെ പ്രായത്തിന്റെ ആവശ്യമാണ്. അവർ കളിച്ചോട്ടെ. പക്ഷേ കൃത്യസമയം ആരുടെ കൂടെയാണ് കളിക്കുന്നത്, എവിടെയാണ് കളിക്കുന്നത്, ആരൊക്കെ അവനോടൊപ്പം കളിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ അറിയണം. കുട്ടിക്ക് ബോധ്യമാവണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ഒരു പ്രാവശ്യം അത് ശരിയല്ല എന്ന് പറഞ്ഞു, അടുത്ത പ്രാവശ്യം അത് ശരിയാണോ എന്ന് പറഞ്ഞു. അത്തരത്തിൽ വൈരുദ്ധ്യമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അവരുടെ സ്വകാര്യതയെ മാനിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ ആരടുത്തും പറയല്ലേ, അല്ലെങ്കിൽ അച്ഛൻ ആരടുത്തും പറയാൻ വിളിച്ച് അറിയിക്കാതിരിക്കുക. എന്നാൽ മാത്രമേ അവർ പിന്നെയും നമ്മളോട് കാര്യം പറഞ്ഞാൽ നമ്മൾ പ്രജുഡിസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മുൻവിധിയോടെ കാണരുത്. ഇവനല്ലേ ഇവൻ ഇങ്ങനെ ചെയ്തിട്ടായിട്ട്, ഇങ്ങനെ പ്രജുഡിസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മുൻവിധിയോടെ നമ്മൾ കാര്യങ്ങൾ കാണരുത്. അവര് പറയുന്നത് സാവകാശം കേൾക്കുക, എല്ലാം ശ്രദ്ധയോടെ കേൾക്കുക, അനുഭവം സംസാരിക്കുക. അവർക്ക് എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങൾ, നിന്റെ വിഷമം നമുക്കത് ശരിയാക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുക. അതുപോലെ എപ്പോഴും നീ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതിരിക്കുക. കുറ്റപ്പെടുത്തുന്നതിന് പകരം നീ രാവിലെ എണീക്കാത്തോണ്ടല്ലേ, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ വന്ന് പറയുമ്പോൾ അമ്മ അത് കേൾക്കുന്ന അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. മക്കൾ നേരെ ഒന്ന് എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞ് സ്നേഹത്തോടെ പറയുക. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം അങ്ങനെ നമ്മുടെ കുട്ടികളുടെ പക്ഷം കൂടി ആലോചിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെങ്ങനെയായിരുന്നു, നമ്മളെങ്ങനെയൊക്കെയാണ് ചൊല്ലി വളർത്തിയത്, അങ്ങനെയുള്ള നല്ല പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ ഇടപെടലുകൾ ഉണ്ട്. നമ്മുടെ കുടുംബത്തിലെ എത്ര കുട്ടികൾക്ക് അറിയാം എന്റെ വീട്ടിലെ കറണ്ട് ചാർജ് ഇത്ര രൂപയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. പക്ഷേ ഒരു മെസ്സേജ് പറയാനായിട്ടല്ല ഞാനോട് നിൽക്കുക. ഞാനൊരു ഭീഷണിയുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് കാരണം ഇന്നത്തെ ഞങ്ങളുടെ കേസുകളിലെ പ്രതികൾ എന്ന് പറയുന്നത് ഒക്കെ വിദ്യാർത്ഥികളാണ്. മുൻപ് അങ്ങനെയായിരുന്നില്ല. ചാരായമാക്കുന്നവരും മദ്യവിൽപ്പനക്കാരും ഒക്കെയാണ് ഞങ്ങളുടെ പ്രതികളെങ്കിൽ ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് വിൽക്കുന്നവരും അത് ഉപയോഗിക്കുന്നവരും അതിനടിമകളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സമൂഹമാണ്, യുവാക്കളാണ് ഇന്ന് ഞങ്ങളുടെ പ്രതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും ഉണ്ടാവും. യാതൊരു ദാക്ഷിണ്യവും നൽകുന്നു. വിദ്യാർത്ഥികളാണെന്നുള്ള ഒരു കൺസിഡറേഷനും ഇല്ല. പലപ്പോഴും ഞങ്ങളുടെ ഓഫീസിന്റെ വരാന്തയിൽ ഇപ്പോൾ രക്ഷിതാക്കള് കാത്തുകെട്ടി നിൽക്കേണ്ടി വരികയാണ്. അവിടെ കൂടെ നിൽക്കില്ല. അത് കഴിഞ്ഞ് കോടതിയിൽ പോകണം. കോടതിയിലെ വരാന്തയിൽ വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കും. അവിടെ കൊണ്ട് നിൽക്കുമോ? അവിടെ കൊണ്ട് നിൽക്കില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ കൗൺസിലിംഗിന് 1 മാസത്തെ കൗൺസിലിംഗിന് പോയി
തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ അവിടുത്തെ PT അധ്യാപകരൊക്കെ തീരുമാനിക്കും ഈ കുട്ടീനെ ഇവിടെ നിന്ന് തുടർന്ന് പഠിക്കണോ എന്നുള്ളത്. എന്തായി നമ്മുടെ ജീവിതത്തിൽ ഡാമേജുകളാണോ? അത് കഴിഞ്ഞ് നിങ്ങളന്ന് പഠിപ്പൊക്കെ നിർത്തിയാണ് പുറത്തേക്ക് കിടക്കാമെന്ന് വിചാരിക്കണം. അതൊരു പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നു. പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ എന്താവുക? കാലത്തിനാണ് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. 1.5 മണിക്കൂറായില്ല, 1.5 മണിക്കൂറായില്ല പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു, മടുപ്പുണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ട്യൂഷൻ തുടങ്ങി വൈകുന്നേരം 5:30 കയറി വരുന്ന നിങ്ങളുടെ മക്കള് എത്ര നേരം ക്ലാസ് കഴിക്കുന്നത്? അവർക്ക് എത്ര മടുപ്പുണ്ടാവുമ്പോ ആലോചിച്ച് നോക്കിയേ. പക്ഷെ നിങ്ങൾ അവർ തമ്മിൽ വ്യത്യാസം ഞാൻ അവർക്ക് ചിലപ്പോൾ താല്പര്യമില്ലാത്ത വിഷയങ്ങളാക്കി കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയാണോ? ഇതുവരെ ഇവിടെ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും നിങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളല്ലേ? എന്നിട്ട് നമുക്ക് അതിന് താല്പര്യം കാണിക്കാൻ പറ്റിയോ? 100% താല്പര്യം കാണിക്കാൻ പറ്റിയോ? പറ്റിയവർക്ക് എന്നും എന്താ പറയുക നല്ലൊരു കയ്യിൽ. പറ്റാത്തവർക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ സമൂഹത്തിലുണ്ടാവും. അപ്പോ അവര് ഈ ചെറിയൊരു ഉദാഹരണം കൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ അവരെ നല്ലപോലെ പഠിക്കും, നല്ലപോലെ ക്ലാസ് ശ്രദ്ധിക്കും, നല്ല ഫ്യൂച്ചർ വേണമെന്നൊക്കെ പറയുമ്പോൾ ഈ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് അവർക്ക് ഈ വരുന്ന അധ്യയനം മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടാണ്. അതായത് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മടുപ്പ്. ചെറിയൊരു കാര്യമാണ്, വളരെ ചെറിയൊരു ഉദാഹരണം വെച്ച് പറയുകയാണ് കേട്ടോ. അപ്പോ അങ്ങനെയുള്ള ആ കുട്ടികളോട് നിങ്ങളുടെ എന്താ പറയുക, അവരുടെ കഴിവിന്റെ പരമാവധിക്ക് അപ്പുറത്തുള്ള സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രഷറും അവരോട് പറയുമ്പോൾ അവരെ നിങ്ങൾ എന്താ പറയുക, അവരുടെ ബുദ്ധിമുട്ടുകൾ മറക്കാതിരിക്കുക, അവരെ സ്നേഹിക്കുക. അവർക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, അത് അവർ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടില്ല. നിങ്ങൾ പ്രായപൂർത്തിയായിട്ടില്ല. ഏറ്റവും ഇതുവരെ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ശാസ്ത്രീയമായി